നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രശാന്ത് എംഎൽഎയോട് ഓഫീസിൽ നിന്നൊഴിയാൻ ശ്രീലേഖ ഉത്തരവിട്ടതിന് പിന്നാലെ കലിതുള്ളി ഇറങ്ങിയിരിക്കുകയാണ് CPM നേതാക്കളും സൈബർ ഗ്രൂപ്പുകളും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വായും പൂട്ടി മാളത്തിൽ ഒളിച്ച കടകംപള്ളി സുരേന്ദ്രൻ വരെ പുറത്തേക്ക് വന്നിട്ടുണ്ട് ശ്രീലേഖയെ ചട്ടം പഠിപ്പിക്കാൻ. ശ്രീലേഖയുടെ രംഗപ്രവേശം ഗംഭീരം. ഇത്ര അഹങ്കാരം പാടില്ല. സർവീസ് കാലത്ത് നടത്തിയ മനുഷ്യവിരുദ്ധതയുടെ തുടർച്ചയെന്നാണ് കടകംപള്ളി വിമർശിച്ചത്. ശാസ്തമംഗലത്തെ വോട്ടർമാർക്ക് തെറ്റുപറ്റി. ഈ അഹങ്കാരം 5 വർഷം സഹിക്കണമെന്നും കടകംപള്ളിയുടെ വിമർശനം. ഇത്രയും പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല. കടകംപള്ളിക്ക് സോഷ്യൽ മീഡിയയിൽ പൂരത്തെറിവിളിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്വർണം കൊള്ളയടിച്ചിട്ട് അട്ടത്ത് കയറി ഇരിക്കുന്നവന്മാരാണ് മറ്റുള്ളവരെ ചട്ടം പഠിപ്പിക്കാൻ വരുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കടകംപള്ളിക്ക് കിട്ടുന്ന മറുപടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് CPM-നെയും സർക്കാരിനെയും വിഴുങ്ങുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ടും അന്ന് വകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ദേവസ്വം മന്ത്രി കൂടിയായിരുന്ന കടകംപള്ളി ഒരക്ഷരം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എവിടെയും ആകെ പ്രതിപക്ഷ നേതാവിന് നേരെ മാത്രമാണ് വിമർശനവുമായി രംഗത്തേക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ ശ്രീലേഖയെ ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കടകംപള്ളി. നാണമില്ലേ കടകംപള്ളി ഇമ്മാതിരി പണികളുമായി രംഗത്തേക്ക് വരാൻ എന്നുള്ള ചോദ്യമാണ് തിരിച്ചും മലയാളികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കടകംപള്ളിയുടെ ഈ വിമർശനത്തിന്, ശ്രീലേഖയ്ക്ക് നേരെയുള്ള വിമർശനത്തിന് പലരും പല കമന്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. എന്തായാലും CPM-ന്റെ അത്ര ധാർഷ്ട്യം ഇല്ല. പറ്റിയ ആളാണ് അഭിപ്രായം പറയുന്നത്. ശബരിമല മൊത്തം അടിച്ചു മാറ്റിയ പെരുങ്കള്ളൻ. ഇനിയിപ്പോൾ അവരൊക്കെ കൂടി കുറച്ച് അഹങ്കരിക്കട്ടെ സഖാവേ. വീടിന്റെ ഉമ്മറത്ത് ഒരു ചാരു കസേരയൊക്കെ ശരിയാക്കിയിട്ട് ചിലപ്പോൾ ഇരിക്കാൻ സാധിച്ചെന്ന് വരില്ല, അകത്താകാനായിരിക്കും സാധ്യത. റെയിൻകോട്ട് ഇപ്പോഴും ഉണ്ടോ? അമ്പലം വിഴുങ്ങികൾ ഉറങ്ങാറില്ല എന്നൊക്കെ കേൾക്കുന്നു. എന്നാലും മറ്റുള്ളവരെ കുറ്റം പറയുന്നത് നിർത്തുകയേ ചെയ്യരുത്. അണ്ണൻ സ്വർണം കട്ട കേസിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇമ്മാതിരി വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. കോർപ്പറേഷൻ വാടകയ്ക്ക് കൊടുത്ത മുറി ഒഴിഞ്ഞു കൊടുക്കാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് കടകംപള്ളി സഖാവേ? മുൻപ് ശബരിമലയിൽ നിന്നും കട്ട സ്വർണവും പണവും തിരിച്ചു കൊണ്ടുവയ്ക്കുക, എന്നിട്ടാകാം ബാക്കി വർത്തമാനം. ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല എന്ന് ആര്യ രാജേന്ദ്രനോട് മുൻപ് പറഞ്ഞിരുന്നുവെങ്കിൽ തിരുവനന്തപുരം നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നേനെ. കടകംപള്ളി, നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും അഹങ്കാരത്തിന് പുതിയ പര്യായം തീർത്തവരാണ്. ആദ്യം താങ്കളും താങ്കളുടെ പാർട്ടിക്കാരും ഒന്ന് സ്വയം വിലയിരുത്തൂ. എന്നിട്ട് മതി മറ്റുള്ളവരുടെ അഹങ്കാരത്തെക്കുറിച്ച് പറയാൻ. അഹങ്കാരികളുടെ പ്രസിഡന്റ് നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളപ്പോൾ അവരെ വൈസ് പ്രസിഡന്റ് ആക്കാം. MLA നാറിയിട്ടല്ലെങ്കിൽ നാറ്റിച്ചിട്ട് വിടേണ്ട എന്ന സതുദ്ദേശത്തിൽ നേരിട്ട് സൗഹൃദത്തിൽ ഫോണിൽ ആവശ്യപ്പെട്ടപ്പോൾ ചാനലുകാരെ വിളിച്ചറിയിച്ച് MLA സ്വയം നാറാൻ തീരുമാനിച്ചാൽ കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കടകംപള്ളി സഖാവേ, ആ പ്രശാന്തിനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നതല്ലേ നല്ലത്. ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തിനാണ് ഏട്ടാ അതിനെ അഹങ്കാരത്തിന്റെ പദം ഏൽപ്പിക്കുന്നത്? ഒരു MLA എന്ന സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മാസം എത്ര ലക്ഷം രൂപയുടെ വരുമാനമാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ഈ നാട്ടിൽ നികുതി കൊടുക്കുന്ന ജനങ്ങളുടെ ശമ്പളം പറ്റുന്നത് ആ പണത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സംവിധാനം ഉറപ്പാക്കിയാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ പരസ്പരം ചെളിവാരി എറിയാൻ നടക്കുന്നത്? വിമർശിക്കാൻ അർഹതയുള്ള നേതാക്കളുള്ള ഒരു പാർട്ടിയെ കൊള്ളാം. സ്വർണം കട്ടവൻ ആരപ്പ എന്ന പാട്ട് പാടിയാൽ കേസെടുക്കുമോ കടകംപള്ളി സഖാവേ? കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവനെന്ന് ഒരു ലേഡി പച്ചയ്ക്ക് പറഞ്ഞത് ഈ ഉത്തമനെ കുറിച്ച് തന്നെയല്ലേ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എപ്പോൾ വേണമെങ്കിലും അകത്തുപോകും എന്നുറപ്പുള്ള ഒരുവന്റെ ദുർബലമായ രോദനമായിട്ട് ഇതിനെ കണ്ടാൽ മതി. വർഷങ്ങളായി സ്വന്തമാക്കി വെച്ചിരുന്ന പലതും വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പോൾ ഏനക്കേട് തുടങ്ങിയിട്ട് കാര്യമില്ല. എല്ലാ സൽഗുണങ്ങളും ഉണ്ടായിരുന്ന മുൻ മേയറെ നിങ്ങൾ പരിഗണിച്ചില്ലല്ലോ. കുറച്ചൊക്കെ ആകാം, എന്നാൽ മുൻ മേയറിന്റെ അത്രയും ആകരുതെന്നേ ഉള്ളൂ സുരേന്ദ്ര. 40 വർഷത്തെ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ ആരായാലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കൂ. കട്ടിളപ്പടി എവിടെ സുരേന്ദ്ര? അതിനുകൂടി മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. സ്ഥലമില്ലാത്തത് കൊണ്ടല്ലേ സഖാവെ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രയും നാൾ നിങ്ങൾ ഇരുന്നില്ലേ, ഇനി അവരൊന്ന് 5 വർഷം ഇരിക്കട്ടെ. ഇങ്ങനെയാണ് കടകംപള്ളിയുടെ വിമർശനത്തിന് നാട്ടുകാർ കൊടുത്തുകൊണ്ടിരിക്കുന്ന, മലയാളികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന മറുപടി. എന്നാൽ തൊട്ടിപ്പുറത്ത് ശ്രീലേഖയെ കൊത്തിപ്പറിച്ചുകൊണ്ട് CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഡി പെണ്ണെ, വിളയല്ലേ, വെറും കൗൺസിലർ മാത്രമല്ലേ ആയുള്ളൂ, അല്ലാതെ രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒന്നും ആയിട്ടില്ലല്ലോ. മേയർ കസേര കിട്ടാത്തതിന് കരഞ്ഞു വിളിച്ച് വീട്ടിലേക്ക് ഓടിയ മുതലല്ലേ. നട്ടലുണ്ടെങ്കിൽ ഓഫീസ് ഒഴിപ്പിച്ച് കാണിക്കുക എന്നൊക്കെ ശ്രീലേഖയ്ക്ക് നേരെ സൈബർ വെട്ടുകിളിക്കൂട്ടത്തിന്റെ കൊത്തിപ്പറിക്കൽ. ഈ വിഷയം BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് മേയർ VV രാജേഷ് പ്രതികരിച്ച് വന്നിട്ടുണ്ട്.
അവർക്ക് ചില അസൗകര്യങ്ങൾ അവർക്ക് ഓഫീസിൽ ചില അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രശാന്തിനോട് അവിടെ നിന്നൊന്ന് ഒഴിയൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഇതിൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി സംസാരിക്കേണ്ട, വിവാദമുണ്ടാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്നും അവർ തന്നെ അത് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ചല്ലോ എന്നും ആരും ഇത് ഒരു വിവാദമാക്കി ഉയർത്തിക്കൊണ്ട് വരരുത് എന്നുമാണ് വി രാജേഷ് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾ ശ്രീലേഖയെ വലിയ രീതിയിൽ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ട്. MLA ഓഫീസ് മാറിത്തരാമോ എന്ന് VK പ്രശാന്തിനോട് ഒരു സഹോദരനോടെന്ന പോലെ അഭ്യർത്ഥിക്കുകയാണ് താൻ ചെയ്തതെന്ന് ശ്രീലേഖ പറയുന്നു. ഒഴിയാൻ പറ്റില്ലെന്നും പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നുമാണ് പ്രശാന്ത് അതിന് മറുപടി നൽകിയത്. പ്രശാന്തിന്റെ കയ്യിൽ ഫോൺ റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്നും അതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ശ്രീലേഖ പറഞ്ഞു. ഓഫീസിന്റെ കാര്യത്തിൽ തുടർ നടപടി മേയറുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും ശ്രീലേഖ പറഞ്ഞു. സംഭവം വിവാദമായതിനു പിന്നാലെ ശ്രീലേഖ VK പ്രശാന്ത് MLA നേരിട്ട് കണ്ടിരുന്നു. എന്റെ അറിവനുസരിച്ച് MLA ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടം കോർപ്പറേഷന്റേതാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശം കോർപ്പറേഷനാണ്. VK പ്രശാന്ത് എന്റെ അടുത്ത സുഹൃത്താണ്, സഹോദര തുല്യനായ ആളാണ്. ഇന്നലെ മുൻ കൗൺസിലർക്കൊപ്പം ഇരുന്നപ്പോഴാണ് നമുക്ക് ഇരിക്കാൻ ഒരു സ്ഥലം വേണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചത്. അപ്പോൾ ശാസ്തമംഗലത്ത് കെട്ടിടമുണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്താണ് കെട്ടിടത്തിന് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നാലെയാണ് പ്രശാന്തിനെ ഫോൺ വിളിച്ചത്. ആദ്യം പ്രശാന്ത് ഫോൺ എടുത്തില്ല, പിന്നാലെ എന്നെ പ്രശാന്ത് തിരിച്ചു വിളിക്കുകയായിരുന്നു. ഞാൻ കൗൺസിലറായി എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണമെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നാലെയാണ് എനിക്കൊരു അപേക്ഷയുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിടത്തിന്റെ കാര്യം പറഞ്ഞത്. ഞാൻ കൗൺസിലറായി, പക്ഷേ എനിക്കിരിക്കാൻ സ്ഥലമില്ല, അതുകൊണ്ട് ആ ഓഫീസ് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അത് പരിഗണിക്കണേ, അതെന്റെ അപേക്ഷയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ കെട്ടിടം വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് 5 വർഷത്തേക്ക് ജോലി ചെയ്യേണ്ടതല്ലേ, ആ കെട്ടിടം കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അതൊന്ന് പരിഗണിക്കണം, പതുക്കെ മതി തീരുമാനം എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇതൊരു വിവാദമായി മാറുകയാണ്. പ്രശാന്താണ് അപ്പോൾ എനിക്കത് പറ്റില്ല എന്നും ഒഴിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒഴിപ്പിച്ചോ എന്നുള്ള രീതിയിൽ സംസാരിച്ചതെന്നും ശ്രീലേഖ പറയുന്നു. എന്തായാലും ഈ ഒരു വിവാദം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുകയും തിരുവനന്തപുരത്ത് BJP-യും CPM-ഉം തമ്മിൽ പോര് തുടങ്ങി എന്നുള്ള തലത്തിലേക്കും എത്തുന്നു. ഇതിനിടയിലാണ് CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾ ശ്രീലേഖയെ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.